വന്യമൃഗഭീതിയിൽ ജില്ലയിലെ മലയോര മേഖല. കാട്ടാന ശല്യം മൂലം കൃഷിയും വീടും ഉപേക്ഷിച്ച് മലയോര മേഖലയിൽ നിന്ന് മാറി താമസിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. വന്യമൃഗഭീതി മൂലം പ്രത്യേകിച്ച് കാട്ടാനകളാൽ ജീവിതം വഴിമുട്ടിയ നിലയിലാണ് ജില്ലയിലെ മലയോര മേഖലയിലെ ജനങ്ങൾ. കഴിഞ്ഞ ദിവസം ആടിനെ മേയാൻ വിട്ടതായിരുന്നു. ആ ആടുകളെ കൊണ്ടുവരാൻ പോയതാണ് 36 വയസ്സുള്ള ഷിജോയുടെ അപ്പച്ചൻ ഷാജി. കാട്ടാന ആക്രമണം, കാട്ടാന ഭീതി മേഖലയിൽ പതിവാണ്. അതെ അതെ. കഴിഞ്ഞ ദിവസം എന്താണ് ഉണ്ടായത്? കഴിഞ്ഞ എൻ്റെ കൊച്ച് ആടിന് പോയി. ആടിന് പോയിട്ട് ആട് ഇങ്ങോട്ട് വീട്ടിലേക്ക് വന്നു. അവനെ കണ്ടില്ല. അവനെ കാണാതായപ്പോൾ ഞങ്ങൾ ഒരു 7 മണിയോളം അന്വേഷിച്ച് കാട്ടിൽ പോയി അന്വേഷിക്കുന്നു. അന്വേഷിച്ച് കഴിയുമ്പോൾ ആന ചവിട്ടി മുതുകത്ത് ഒരു ചവിട്ട പാടുണ്ട്. ആനയുടെ കാലിൻ്റെ പാട്ട് മുതുകത്ത് തലയിൽ മുറിവിട്ട്. ഈ വഴിയിലൂടെയാണ് ഷിജോ ആടിനെ തേടിപ്പോയത്. പക്ഷേ ഒരിക്കലും തിരിച്ചു വരികയുണ്ടായില്ല. ആനശല്യം സമീപ നാളുകളിലേറെയാണെന്ന് സമീപവാസികൾ പറയുന്നു. സമീപവാസിയായ വർഗീസ് തന്നെ ഇക്കാര്യം പറയും. ഇവിടെ ഇപ്പോൾ നിരന്തരം ആനശല്യം ഭയങ്കര ശല്യമാണ്. വാഴ, അടയ്ക്കാമരം, മറ്റുള്ള അങ്ങനെയുള്ള തെങ്ങ്, അങ്ങനെയുള്ള ഭയങ്കര ശല്യമാണ്. രാത്രി ആന വരുമ്പോൾ ഞങ്ങൾ ഇവിടെ പാച്ചർമാരുണ്ട്, അവരെ വിളിക്കും. അവരെ വിളിച്ച് പറയും, അവർ വരും, ആനേനെ ഓടിക്കും. നമ്മുടെ പോയതൊക്കെ പോയി തന്നെ. അതിനുള്ള അതിന് വേറെ നഷ്ടപരിഹാരങ്ങളോ അതിനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഒന്നും തരാറുമില്ല. ഇന്നവരൊന്നും കിട്ടിയതായിട്ട് ആർക്കും എൻ്റെ അറിവിലില്ല. സോളാർ വേലി അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും? സോളാർ വേലിയുണ്ട്. അത് മറ്റൊരുപാടുള്ള ഈ എർത്ത് സമയമുണ്ടോ ഇല്ല എന്നുള്ളത് അറിയില്ലല്ലോ. പിന്നെ അതിങ്ങനെ തന്നെ അവർ ആന കമ്പ് തട്ടിയിട്ടുകൊണ്ട് ഈ ആന കവച്ച് വെച്ച് കടന്നു പോരാണ്. കമ്പിയൊക്കെ വളച്ച് കടന്നു പോരും. ഇപ്പോൾ ഈ കൃഷി എന്ന് പറയുന്നത് വാഴ അല്ലെങ്കിൽ അടയ്ക്കാമരം ഒക്കെ ഉപേക്ഷിച്ച് കംപ്ലീറ്റ് ആൾക്കാർ കളഞ്ഞെന്ന് പറയും. വേറെ രണ്ടാമത് വെച്ചിട്ട് കാര്യമില്ല, പിന്നെ എന്തിനാ വെക്കുന്നത്? അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ അവിടെ നിന്ന് വീട് വരെ തന്നെ വിട്ട് മാറി ഒക്കെ താഴേക്ക് ഇറങ്ങി പോരണം. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വെറുതെ കിടക്കുക. ഇവിടെ നിന്ന് 60 മീറ്റർ മാത്രം ദൂരെയാണ് ഷിജോ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവിടെയെല്ലാം ആനയുടെ സ്ഥിരം സഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇതുപോലെയുള്ള സോളാർ വേലികൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പലയിടത്തും ആന ഇതെല്ലാം തകർത്ത നിലയിലാണ്. വാഗ്ദാനങ്ങൾ വെറും വാക്കാകുമ്പോൾ ഓരോ ദിവസവും ഭീതിയോടെയാണ് മലയോര മേഖലയിലെ ജനങ്ങൾ തള്ളി നീക്കുന്നത്. അടിയന്തരമായി വനം വകുപ്പ് അധികൃതർ ഇടപെട്ട് സ്വൈരജീവിതം ഉറപ്പുവരുത്തണമെന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആവശ്യം. TCVക്ക് വേണ്ടി ക്യാമറാമാൻ ഷിബി പോട്ടോനോടൊപ്പം മുകേഷ് ലാൽ.